പോലീസിൽ അടിമുടി അഴിച്ചുപണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലബാറിലെ പോലീസ് ഏകോപനത്തിന് പുതിയ സംവിധാനം കൊണ്ടുവരും. ഗുണ്ടാവേട്ട അടക്കമുള്ള കാര്യങ്ങളിലെ പോലീസിന്റെ വീഴ്ചകൾ ചർച്ചയാക്കുന്നതിനിടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നതും വരാൻ പോകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. SP റാങ്കിലുള്ളവർ മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. പോലീസിന് പുതിയ നയം എന്ന ലക്ഷ്യത്തോടെയാണ് ഉന്നതതല യോഗം. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല വീഴ്ചകളും വിനയാകുന്നത് സർക്കാരിനാണ്. അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ പലതുണ്ടായി. പോലീസ് ക്രിമിനൽ ബന്ധവും ഗുണ്ടാപ്രവർത്തനവും ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ സർക്കാരിനു നേരെയുണ്ട്. പോലീസിന്റെ വീഴ്ചകൾ ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകും. ഇതിനൊപ്പം സർക്കാരിന് പുതിയ വിശ്വസ്തരെ കണ്ടെത്തേണ്ടതുമുണ്ട്. PP സദാനന്ദൻ കണ്ണൂർ ചെങ്ങളായി സ്വദേശിയാണ്. 2020 PP സദാനന്ദന് SP ആയി നിയമനം നൽകുന്നതിനായി ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പ്രതികൂല പരാമർശം തിരിച്ചടിയാവുകയായിരുന്നു. അല്ലാത്തപക്ഷം സദാനന്ദനും IPS കൂടി കിട്ടുമായിരുന്നു. അതുണ്ടായിരുന്നുവെങ്കിൽ 60 വയസ്സുവരെ സർവീസിൽ തുടരാനും കഴിയുമായിരുന്നു. സർക്കാരിന്റെ വിശ്വസ്തനായിട്ടും IPS കിട്ടാതെ വിരമിക്കേണ്ടി വരുന്ന അപൂർവം ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സദാനന്ദൻ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോലീസ് തലപ്പത്തെ 17 പേർ ഈ മാസാവസാനം വിരമിക്കും. SP റാങ്കിലുള്ള 15 പേരാണ് റിട്ടയർ ചെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് SP ആയ PP സദാനന്ദനും ഇവരിൽ ഉൾപ്പെടും. വടക്കൻ കേരളത്തിൽ CPMന്റെ അതിവിശ്വസ്തനാണ് സദാനന്ദൻ. കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സദാനന്ദനാണ് ഈ മേഖലയിൽ പോലീസിലെ എല്ലാ കാര്യങ്ങളും പ്രധാനമായും ഏകോപിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും നല്ല ബന്ധം സദാനന്ദനുണ്ടായിരുന്നു. സദാനന്ദൻ വിരമിക്കുമ്പോൾ അതുപോലൊരു വിശ്വസ്തനെ പോലീസിൽ വാർത്തെടുക്കുക CPMനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് പ്രാധാന്യം ഏറെയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ആസ്ഥാനത്ത് യോഗത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. മലബാറിൽ പോലീസിലെ മധ്യനിരയിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. സദാനന്ദന് പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകാനും സാധ്യത ഏറെയാണ്. സദാനന്ദൻ അടക്കമുള്ളവരുടെ വിരമിക്കൽ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് സേനയുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. ക്രിമിനലുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉണ്ടാകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനങ്ങൾക്കും സാധ്യതയുണ്ട്. വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി ഭരണത്തിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറുമ്പോൾ പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങൾ വരും. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് പോലീസിൽ അടിമുടി അഴിച്ചുപണിയിലേക്കും സർക്കാർ കടക്കും. മുതിർന്ന IPSകാരിലും മാറ്റത്തിന് സാധ്യതയേറെ. 8 ജില്ലാ പോലീസ് മേധാവിമാരെ മാറ്റുന്ന കാര്യവും ആലോചനയിലാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.